ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലായിട്ട് സ്വാഗതം. എല്ലാവരും എന്ത് പറയണു? സുഖമായിട്ടിരിക്കുക, സന്തോഷമടിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ കുപ്പിനെ ഷോക്ക് എടുപ്പിക്കാൻ പോവാം. ഒരു ഷോക്ക് ട്രീറ്റ്മെൻ്റ് ആയാലോ. അപ്പോൾ അതിനു മുന്നായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സൗണ്ട് കൊടുത്തിരുന്നില്ല. ഒരുപാട് പേര് സങ്കടം പറഞ്ഞു കേട്ടോ. അത് സൗണ്ട് കൊടുക്കാഞ്ഞത് വേറൊന്നുമല്ല, നമ്മുടെ ആ ബോട്ടിൽസൊക്കെ ചെയ്ത ബോട്ടിൽസാണ്. അപ്പോൾ ഒരുമിച്ച് കാണാത്ത കൂട്ടുകാർക്കായിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇത്തവണ സൗണ്ടായിട്ടാണ് തന്നെ വന്നിരിക്കുന്നത്. എൻ്റെ സൗണ്ട് ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് താങ്ക്സ് കേട്ടോ. അപ്പോൾ നമ്മൾ കുപ്പി എടുത്തിട്ടുണ്ട്, അക്രിലിക് പെയിൻറ്റ് കൊടുത്ത് എന്താ പറയുക ഉണക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അക്രിലിക് പെയിൻറ്റിന് പകരം നമുക്ക് ഇനാമൽ പെയിൻറ്റ് യൂസ് ചെയ്യാം, ചോക്ക് പെയിൻറ്റ് ഉപയോഗിക്കുക, ഏത് പെയിൻറ്റും യൂസ് ചെയ്യാം കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതുപോലെ കളറും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇപ്പോൾ ബിയർ ബോട്ടിൽ ഞാൻ ഈ ഒരു ബ്ലൂ കളർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഷോക്ക് അടുപ്പിക്കാനായിട്ട് കുറച്ച് വയർ വേണ്ടേ, വയർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഷോക്ക് അടുപ്പിക്കുന്നതിന് മുന്നായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക, അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമെന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വയർ എടുത്തിട്ടുണ്ട്. ഈ വയർ ചാർജ് ചെയ്യുന്ന വയറുണ്ടാവില്ല, അതൊക്കെ ഒരുപാട് ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് കളയും. പിന്നെ അതുപോലെ തന്നെ സാധാരണ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് എടുക്കുന്ന വയറുണ്ട്, ഈ ഒരു തിക്നെസ് ഉള്ള ഈ ടൈപ്പ് വയറുണ്ടെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. കാരണം കുറച്ച് ചുറ്റാൻ പാകത്തിനുള്ള വയറാണ് ഈ ഒരു ടൈപ്പ് വയർ. അപ്പോൾ അത് ചുറ്റിയെടുക്കാം, കട്ട് ചെയ്യാം, അതൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഈ തിക്നെസ് കുറഞ്ഞ വയറായിരിക്കും. അപ്പോൾ അതുണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ വയർ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം ആദ്യം. ഒരു ചെറിയ ഏകദേശം ഒരേ നീളത്തിൽ വരുന്ന രീതിയിൽ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ കണ്ടോ, കുപ്പിയിൽ ഒട്ടിക്കാവുന്ന രീതിയിൽ കുഞ്ഞു പീസുകളാണിത്. അപ്പോൾ ഈ ഒരു നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച വയർ നമുക്ക് കുപ്പിയിലോട്ട് ഒട്ടിച്ച് കൊടുക്കുക. അതിനായിട്ട് ഗ്ലൂ ഗണ്ണോ അല്ലെങ്കിൽ ഫെവി ബോണ്ടോ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിസൈനിൽ നമ്മൾ ആ ചെറിയ കട്ട് ചെയ്ത വയർ, ചെറുതായിട്ട് കട്ട് ചെയ്ത വയർ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുപ്പി മൊത്തത്തിലായിട്ട് ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുപ്പിയിൽ ഒരു ഭാഗം ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി ഈ കഴുത്തി ഈ മുകൾ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തായിട്ട് നമ്മൾ വയറ് വെച്ച് തന്നെ ഒന്ന് ചുറ്റി കൊടുക്കുകയാണ്. വൂളൻ ത്രെഡോ ഒന്നും ഉപയോഗിക്കണില്ല, എല്ലാം വയറ് കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഗ്ലൂ ഗൺ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഗ്ലൂ ഗണ്ണിന് എനിക്ക് ചെറിയൊരു പണി തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഗ്ലൂ ഗൺ നന്നായിട്ട് ചൂടാവാതാകുമ്പോൾ നമുക്ക് സ്റ്റിക്ക് ചെയ്യാനായിട്ട് പെട്ടെന്ന് ഇളകിപ്പോരും. അപ്പോൾ നല്ലോണം ഹീറ്റായതിന് ശേഷം മാത്രമേ ഒട്ടിച്ചു കൊടുക്കാവുള്ളൂ. അപ്പോൾ അത് ഒട്ടാതെ ആയപ്പോൾ ഞാൻ ഫെവി ബോണ്ടും യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫെവി ബോണ്ടും നന്നായിട്ട് ഒട്ടിയിരുന്നോളും. അപ്പോൾ കുറച്ച് പേരൊന്ന് പിടിച്ചിരിക്കണമെന്നേ ഉള്ളൂ, പെട്ടെന്ന് ഒട്ടി കിട്ടിക്കോളും. അപ്പോൾ നമ്മൾ എല്ലായിടത്തും ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് കോപ്പർ കളറ് ഈ വയറിന് കൊടുക്കാം കേട്ടോ. ഒരു ബ്രഷ് വെച്ചിട്ട് പതിയെ ഒന്ന് കോപ്പർ കളർ കൊടുക്കുക ഇതുപോലെ. അപ്പോൾ കുപ്പിയുടെ മുകൾ ഭാഗവും നമുക്ക് ഇതുപോലെ കോപ്പർ കളർ കൊടുക്കാം. എനിക്ക് കോപ്പർ കളറ് ചെയ്തിട്ട് അത്ര ഇഷ്ടം തോന്നിയില്ല കേട്ടോ. ഈ ബ്ലൂ കളറിന് കോപ്പർ കളർ അത്ര ഇഷ്ടം തോന്നിയില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, വീണ്ടും ആ കോപ്പർ കളർ ചെയ്തതിൻ്റെ മുകളിലൂടെ ഞാൻ ഗോൾഡൻ കളർ കൊടുത്തു, മെറ്റാലിക് ഗോൾഡ് കൊടുത്തു. അപ്പോഴാണ് എനിക്ക് ശരിക്കും എന്താ പറയുക തൃപ്തിയായത്. അപ്പോൾ ഗോൾഡൻ കളറാണ് ഞാൻ ചെയ്തിരിക്കുന്നത് കണ്ടോ. അപ്പോഴാണ് ആ ബ്ലൂവിന് എടുപ്പ് കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മൾ കളയുന്ന ഈ ഒരു വയറ് കൊണ്ട് എന്താ പറയുക കുപ്പി മനോഹരമാക്കി എടുക്കാം, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക, ട്രൈഡ് പിക്സ് അയച്ചു തരിക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.